നമസ്കാരം. തിരുവനന്തപുരത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് വെടിയുതിർത്ത കാപ്പ കേസ് പ്രതി പിടിയിലായി. കൈരി കിരണാണ് പോലീസിന്റെ പിടിയിലായത്. കാട്ടാക്കടയിലുള്ള ഒളിത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒരു സുഹൃത്തും പ്രതിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെ പുതിയ 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വധശ്രമം, കാപ്പ നിയമലംഘനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തി നാടുകടത്തിയതോടെ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെ നാട്ടിലെത്തിയ ഇയാൾ ഇന്നലെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളോടൊപ്പം കേക്ക് മുറിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ പിടികൂടി കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നതിനിടയിലാണ് പ്രതി പോലീസിനെ ആക്രമിച്ചത്. ഇന്ന് രാവിലെ SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൈരി കിരണിന്റെ വീട് വളയുകയും കൈരി കിരണിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനിടെ വെട്ടുകത്തിയെടുത്തുകൊണ്ട് പ്രതി വീടിന് പുറത്തേക്ക് വരികയും ഒന്നിലധികം തവണ SHOയെ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. SHO ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീണ്ടും ആക്രമണം തുടർന്ന സാഹചര്യത്തിലാണ് SHO വെടിയുതിർത്തത്. SHOയുടെ നടപടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് DIG വ്യക്തമാക്കി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസ് നീക്കം. നിലവിൽ 12 കേസാണ് കൈരി കിരണിന്റെ പേരിലുള്ളത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. പ്രതി മുൻപും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. നോട്ടീസ് നൽകാൻ പോയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. അന്നും വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു.